താലി. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. എടോ, താൻ എന്താ ഇങ്ങനെ? ഒന്നുമല്ലേലും നമ്മളുടെ മക്കളുടെ വിവരമെങ്കിലും താൻ കാണിക്കടോ. അവർ തല ഉയർത്തി അയാളെ ഒന്ന് നോക്കി. താൻ എങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. ഞാൻ നേരാണ് പറഞ്ഞത്. ഒരു മതിലിനപ്പുറമുള്ള വീട്. അവർ കഴിഞ്ഞ 2 ദിവസമായിട്ടും വന്നും പോയിരിക്കുന്നെന്ന് ബ്രോക്കർ പറഞ്ഞല്ലോ. എന്നിട്ടും താൻ അങ്ങോട്ടൊന്ന് നോക്കിയത് പോലുമില്ല. എന്താടോ താനിങ്ങനെ? എനിക്കെന്തോ. തനിക്കൊന്നുമില്ല. ബ്രോക്കർ പറഞ്ഞത് കേട്ടിട്ട് അവർ നല്ല ആൾക്കാരാണടോ. തനിക്കൊരു കൂട്ടുമാകും. താൻ അങ്ങോട്ടൊന്ന് ചെല്ല്. ഒരു മതിലിനപ്പുറമുള്ള വീട്. ചുറ്റിക്കറങ്ങിയൊന്നും പോകണ്ടാലോ. അടുക്കള ഭാഗത്തുള്ള ഗേറ്റിൽ കൂടി കേറിയാൽ പോലും അവിടെ എത്തില്ലേ. താൻ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കാതെ ഒന്ന് പോയി നോക്ക്. ഞാൻ ഇറങ്ങട്ടെ, പോകാറായി. അപ്പോ സന്തോഷേട്ടൻ വരുന്നില്ലേ അങ്ങോട്ട്? ഞാൻ കുറച്ചു മുന്നേ ഒന്ന് കേറിയിരുന്നു. അവർ ഇന്നലെ വന്നിട്ട് ബന്ധുക്കളുടെ വീട്ടിലെവിടെയോ പോയിരിക്കുകയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇന്നാ വന്നത്. ഞാൻ ചെന്നപ്പോ അവിടെ ആ ബ്രോക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേജറും കുടുംബവും എത്തും മുന്നേ ഒക്കെ ഒന്നുകൂടെ അയാൾ വെടിപ്പാക്കിയിടുമായിരുന്നു. നീ അവരെത്തുമ്പോ അങ്ങോട്ടൊന്ന് ചെല്ല്. വല്ല വെള്ളമോ ആഹാരമോ വേണമെങ്കിലോ. അവർക്ക് ഈ നാട് പുതിയതല്ലേ. ഇങ്ങോട്ടൊന്ന് വന്ന് ചോദിക്കാൻ മടിയും കാണും. നമ്മൾ വേണ്ടേ മായെ ഒക്കെ അറിഞ്ഞു ചെയ്യാൻ? ആണ്. എന്നാലും നിർമ്മല. അവരുടെ കണ്ണു നിറഞ്ഞു. അയ്യേ, താൻ വീണ്ടും തുടങ്ങിയോ? എടോ, അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. അമേരിക്കയിലൊക്കെ അത്രയും വലിയ സുഖമല്ലേടോ. സന്തോഷ് അവർക്കരികെ വന്നിരുന്നു. മായ നിർമ്മലയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സ അവിടെയാണ്. ശരത്തും വേണുവും സവിതയും പിന്നെ അവരുടെ കുടുംബവും ഒക്കെ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ സതീഷ് നിർമ്മലയും കൂട്ടി അവിടേക്ക് പോയത്. പിന്നെ വീട് വിറ്റത്. ചില സമയങ്ങളിൽ മക്കൾ കേൾക്കുന്നത് ഇഷ്ടമല്ലേലും നമുക്ക് ചെയ്യേണ്ടി വരുമടോ. ശരത്തിന് അല്ലെങ്കിൽ ഈ നാട്ടിൽ ഇനി സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശമില്ല. ഇതൊരവസരമാക്കി അവൻ കയ്യോടെ വീട് വിൽപ്പിച്ചു. അവൻ ചോദിച്ചത്രയും കാശ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഉള്ളതെല്ലാം കൂടി കൂട്ടിയിരുന്നിൽ ഒരു പക്ഷെ ഒത്തേനെ. പക്ഷെ പൈസയെല്ലാം കൂടെ കെട്ടി പോയാൽ മക്കളുടെ പഠിത്തം, കല്യാണം. അതുകൊണ്ടല്ലേ കുടുംബസ്വത്തായിട്ടും പുറത്തു കൊടുക്കേണ്ടി വന്നേ. എഴുന്നേൽക്കടോ. നിർമ്മലയ്ക്ക് സന്തോഷനുമൊന്നും ഒപ്പം എത്തില്ലെങ്കിലും ഇവരും നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു. ഞാൻ പോകാം. സതീഷേട്ടൻ കഴിച്ചിരുന്നോ? അവരെന്തോ ഓർത്ത പോലെ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. ഓ, ദേവൂട്ടൻ എടുത്തു തന്നു. ദേവൂട്ടനോ? മായയുടെ കണ്ണും പിഴിഞ്ഞു. തനിക്കല്ലേ എന്റെ കാര്യമൊന്നും നോക്കാൻ നേരമില്ലാത്തത്. എന്റെ മോനെ വേണമല്ലോ. അതുവരെ കാര്യം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ഒരാളെ കാണെ മായ അടുത്തേക്ക് ചെന്നു. സോറി നിർമ്മല. അവളില്ലാതെ എന്തോ പോലെ. ഒന്നിലും മനസ്സ് ഒത്തു നിൽക്കുന്നില്ല. പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞെങ്കിലും ഞാൻ ഇപ്പോഴും അവള് പിടിവിടാതെ പിടിച്ചു വെച്ച ആ കുഞ്ഞുവിരൽ തുമ്പിൽ തന്നെയാ സന്തോഷേട്ടാ. ആ ചൂടിപ്പോഴും എന്നിലുണ്ട്. അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അയ്യേ, താൻ ഇങ്ങനെ വിഷമിക്കാതടോ. ഒക്കെ നേരെയാ. അവള് പിന്നെ നമ്മളുടെ അടുത്തേക്ക് ഓടി വരില്ലേ. പറന്നിങ്ങി വരുവടോ. ആണോ? അപ്പൊ വീടോ? അത് വിറ്റില്ലേ? ഒരു വീടിനാണോടി പ്രയാസം? ഒന്നും ശരിയായില്ലേ ഇവിടെ ഒരു മുറികൂടി നമ്മളങ്ങ് കെട്ടും. അല്ല പിന്നെ. അയാളുടെ ചിരിയുള്ള മുഖം അവരുടെ മനസ്സിൽ വെളിച്ചം നിറച്ചു. ഞാൻ എന്നാ പോട്ടേടോ. അവർ തലയാട്ടി അദ്ദേഹത്തിനൊപ്പം പുറത്തേക്കിറങ്ങി. അല്പദൂരം നടന്നു എന്ന് ഗേറ്റ് തുറന്നതും കണ്ടു അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന വെളുത്ത സ്വിഫ്റ്റ്. അത് സ്ലോ ആക്കി അവരുടെ മുന്നിൽ നിന്നു. ഡ്രൈവറുടെ സീറ്റിൽ നിന്നും ഒരു തല പുറത്തേക്ക് നീണ്ടു. സന്തോഷേട്ടൻ എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച്? അതെന്താ രമേശ അങ്ങനൊരു ചോദ്യം? ഞാൻ എന്നും എങ്ങോട്ടാ പോകുന്നതെന്ന് നിനക്കറിയില്ലേ? തന്റെ ഹീറോ ഹോണ്ട ഒരിക്കൽ കൂടി ശബ്ദം വെപ്പിച്ച് സന്തോഷ് ചോദിച്ചു. എന്റെ സന്തോഷേട്ടാ, നിങ്ങൾ ഇങ്ങനെ ധൃതി പിടിക്കണ്ട. ഇന്ന് മിന്നൽ പണിമുടക്കാ. മിന്നൽ പണിമുടക്കോ? മായ സന്തോഷം ഒരുപോലെ വാവൊളിച്ചു. ആന്നേ, നമ്മുടെ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റിനെ ഇന്നലെ ആരോ വീട്ടിൽ കയറി തല്ലിയെന്ന്. കുറച്ചു മുന്നേ അണികൾ അറിഞ്ഞത്. പിന്നെ ചോദ്യമായി, പറച്ചിലായി, കൂട്ടത്തല്ലായി, പണിമുടക്കായി. ടൗണിൽ ആകെ ബഹളം. ഷെടാ, അതുകൊണ്ടിപ്പം ഈ വന്ന വീട്ടുകാരാ സന്തോഷേട്ടാ വലഞ്ഞത്. ഇങ്ങോട്ടേക്ക് വരുമ്പോ രണ്ടിടത്ത് പാർട്ടിക്കാർ പിടിച്ചു നിർത്തി. അവര് വരും വഴി കഴിക്കാൻ എങ്ങോട്ടോ കരുതിയാണെന്ന് തോന്നുന്നു പുറപ്പെട്ടത്. എന്നിട്ടെന്താ, ഒരൊറ്റ കട പോലും ഇല്ലായിരുന്നു. പാവങ്ങൾ ശരിക്കും വിശന്നാ വന്നേക്കുന്നേ. ബ്രെഡും ജാമും എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. കൂട്ടത്തിലുള്ള പെങ്കൊച്ചിന് അത് വേണ്ടാന്ന് പറഞ്ഞുള്ള വഴക്കായിരുന്നു അകത്തോട്ട് കേറുമ്പോഴും. എന്തായാലും മായേച്ചി സന്തോഷേട്ടനും അങ്ങോട്ടൊന്ന് ചെല്ല്. ഇവര് ഈ ബഹളമുണ്ടാക്കുമ്പോഴും മായേച്ചി അവിടെ ഉണ്ടെന്നുള്ളതായിരുന്നു എന്റെ ഒരു ധൈര്യം. ഞാനത് അവരോട് പറയുകയും ചെയ്തു. സന്തോഷം മായും രമേശിനെ നോക്കി ചിരിച്ചു.
രമേശ് അവരോട് യാത്ര പറഞ്ഞു പോവുകയും മായ സന്തോഷിനെ നോക്കാതെ അടുക്കളയിലേക്ക് ഓടി. അത് കണ്ട് ചിരിയോടെ സന്തോഷം പുറകെ ചെന്നു. ഓഫീസിൽ നിന്നുള്ള ഒന്ന് രണ്ട് ഫോൺ കോൾ കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും മായ പാലപ്പം ഉണ്ടാക്കി തീർന്നിരുന്നു. ഇടതുഭാഗത്തെ ബർണറിൽ ചായ തിളച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. അയാൾ അരിപ്പയെടുത്ത് ചായ അരിച്ച് ഫ്ലാസ്കിലേക്കാക്കി അവരെ നോക്കി. പോകാം. പാലപ്പവും ചിക്കൻ സ്റ്റൂവും ഫ്ലാസ്കിൽ ചായയുമായി മായയും സന്തോഷം ഗേറ്റ് കടന്നതും എവിടെയോ കളിച്ചുകൊണ്ടിരുന്ന ദേവൂട്ടനും അവർക്കൊപ്പം എത്തി. മുന്നിലെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് അകത്തുള്ള സംഭാഷണങ്ങൾ കൃത്യമായി പുറത്തേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഈ വീട് കൊള്ളില്ല, ഒട്ടും കൊള്ളില്ല. നോക്കിക്കേ, വന്ന ദിവസം തന്നെ ബ്രെഡും ജാമും. എനിക്കെങ്ങും വേണ്ട. ശ്രീകുട്ടി, ഗാംഭീര്യമുള്ളൊരു സ്വരം ഉയർന്നതും അന്തരീക്ഷം ശാന്തമായി. ഒരു ചിരിയോടെ മായയെ സന്തോഷം നോക്കവേ ദേവൂട്ടൻ കോളിംഗ് ബെൽ അപ്പോഴേക്കും അടിച്ചു കഴിഞ്ഞിരുന്നു. മുന്നിലേക്ക് വന്ന പെൺകുട്ടി സംശയത്തിൽ അവരെ നോക്കി. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ആന്റിയാണോ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞേ? മായയെ നോക്കി ബാക്കി പറയാൻ അനുവദിക്കാതെ അവള് പൂരിപ്പിച്ചു. ഇത് കയ്യിലിരിക്കുന്ന പാത്രത്തിലേക്ക് നോക്കിയവൾ കണ്ണ് ചെറുകയാക്കി. ആഹാരമാണ്. അമ്മേ! അവളുടെ കൂവല് കേട്ടതും എല്ലാവരും ഒരുപോലെ ഞെട്ടി. അകത്തൊട്ടവൾ ഓടിപ്പിടഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ പുറത്തു നിന്നവർ 10 ചുവട്ടടി പിന്നിലേക്ക് മാറി. ശ്രീകുട്ടി, എന്തുപറ്റി? അച്ഛനെന്ന് തോന്നുന്നൊരാൾ അവളുടെ അടുത്തേക്കെത്തി വെപ്രാളത്തോടെ ചോദിച്ചു. ഒപ്പം ഒരു സ്ത്രീയും പയ്യനും. അത് ഒന്നുമില്ലച്ചാ, ഞാൻ വെറുതെ. ശ്രീകുട്ടി, അയാളുടെ സ്വരം ഉയർന്നു. അച്ഛാ, ഗസ്റ്റ്. പെട്ടെന്ന് വിഷയം മാറ്റും പോലെ അവൾ പുറത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോഴാണ് അവർ സന്തോഷിനെയും മായയും ദേവൂട്ടിനെയും കണ്ടത്. ഞങ്ങള് അപ്പുറത്തെ. ഓ, ഓക്കെ ഓക്കെ, അകത്തേക്ക് വന്നാട്ടെ. അയാൾ അവരെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. മായ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആഹാരം അവരുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. അയൽക്കാരാണെങ്കിലും പരിചയമില്ലാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടും അവരിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരത് സ്നേഹത്തോടെ നിരാകരിച്ചെങ്കിലും മായയുടെ സന്തോഷിന്റെ നിർബന്ധത്തിൽ അവർക്കത് സ്വീകരിക്കാതെ നിവർത്തിയില്ലെന്നായി. സന്തോഷിന്റെ ചേട്ടനാണല്ലേ? ആഹാരം കഴിക്കാനെടുത്തു വെക്കാനായി പെണ്ണുങ്ങൾ അകത്തു കയറിയപ്പോൾ ആണുങ്ങൾ ലിവിങ്ങിൽ ഒത്തുകൂടി. അതെ, ഞങ്ങൾ 3 പേരാണ്. ഞാനാണ് മൂത്തത്. തൊട്ട് താഴെ സതീഷ്, മൂന്നാമത്തത് സവിത. അച്ഛൻ നേരത്തെ മരിച്ചു. അമ്മ എന്റെ ഒപ്പമുണ്ട്. ഞാൻ നീലകണ്ഠൻ, എക്സ് മിലിറ്ററിയാണ്. ഭാര്യ ദേവി, 2 മകൾ. മൂത്തത് ഇവൻ ശ്രീകുട്ടൻ, രണ്ടാമത്തേതാ കുറച്ചു മുന്നേ കണ്ടത് ശ്രീകുട്ടി. സന്തോഷ് തലയാട്ടി. ഈ വീട് അവന് കൊടുക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. സന്തോഷിന്റെ മുഖം താണു. പിന്നെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരൻ സന്തോഷിനെ നോക്കി ചോദിച്ചു. സതീഷിന്റെ ഭാര്യ നിർമ്മല, ക്യാൻസർ ആണ്. നേരത്തെ ഒരിക്കൽ വന്നു മാറിയതാണ്. ഇപ്പൊ വീണ്ടും ചില സിംറ്റംസ്. മകൻ ശരത്ത് അമേരിക്കയിലാണ്. എന്റെ അനിയത്തിയും കുടുംബവും ഒക്കെ അവിടെ തന്നെയാ ഉള്ളത്. ഈ വട്ടം അവന്റെ നിർബന്ധം കൊണ്ട് അവരങ്ങോട്ട് പോയി. പിന്നെ ചിലവും കൂടുതലല്ലേ, അതാണ് വീട് വിറ്റത്. ചെറിയൊരു പുഞ്ചിരിയോടെയാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിലും കണ്ണിൽ നീർത്തുള്ളികൾ ഇടയ്ക്കിടെ വിരുന്നു വന്നുപോയി. അനിയനെ ഒരുപാട് ഇഷ്ടമാണല്ലേ? ആണോന്നോ? അച്ഛൻ പോകുമ്പോൾ ചെറുതാ രണ്ടുപേരും. പിന്നെ അങ്ങോട്ട് ചേട്ടനും അച്ഛനും കൂട്ടുകാരനും ഒക്കെ ഞാൻ മാത്രമായിരുന്നു. മോൾക്ക് ഞാൻ അച്ഛൻ തന്നെ. ഒട്ടും ഇഷ്ടമല്ല അവിടെ നിൽക്കാൻ. പിന്നെ കുടുംബം അവിടെയല്ലേ. എന്നാലും വർഷാവർഷത്തിൽ 1 മാസം ഞങ്ങളുടെ അനിയത്തി മാത്രമായി ഇവിടെ എവിടെയെങ്കിലും കാണും അവൾ. അവൻ അങ്ങനെയുമില്ല. ജോലി കിട്ടി മാറിപ്പോയപ്പോൾ പോലും ആഴ്ചയിൽ ആരേലും ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടി വരും. നിർമ്മലയും മായയുമായാലും അങ്ങനെ തന്നെ. കെട്ടി വന്നതിന് ശേഷമുള്ള കൂട്ടാണെന്ന് ആരും പറയില്ല. ഒരമ്മ പെറ്റ മക്കളെ പോലെയായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പോ ഒട്ടും നിവർത്തിയില്ലഞ്ഞിട്ടാ. അയാളുടെ സ്വരം വല്ലാതെ ലോപിച്ചു. അത് മുന്നിലിരുന്ന 2 പേർക്കും പെട്ടെന്ന് മനസ്സിലായി. അത് മാറ്റാനെന്ന പോലെ നീലൻ എന്തൊക്കെയോ ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ച് സന്തോഷിനെ അതിൽ കുരുക്കിയിട്ടു. സന്തോഷ് ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ആണല്ലേ? ഭാര്യ ജോലി ചെയ്യുന്നുണ്ടോ? മക്കളോ? റിട്ടയർമെന്റ് ആയപ്പോഴേക്കും സ്വന്തം നാട്ടിൽ കിട്ടി. പിന്നെ മായ നേരത്തെ ഒരു പ്രൈവറ്റ് ബാങ്കിൽ അക്കൗണ്ടന്റ് ആയിരുന്നു. അമ്മയ്ക്കിടയ്ക്ക് കണ്ണിന്റെ ഓപ്പറേഷനൊക്കെ വന്നപ്പോൾ ജോലി കളഞ്ഞു. പിന്നെ 2 മക്കൾ. ഇളയതാ ഇപ്പൊ ഇവിടുന്ന് ഓടിപ്പോയ ദേവുട്ടൻ. മൂത്തത് മോള് മിത്ര. ഓക്കെ, ഇന്ന് പണിമുടക്ക് വന്നോണ്ട് ഞങ്ങൾക്ക് പാടായി അല്ലേ? ആ, കുറച്ച്. പക്ഷെ സാധനങ്ങളൊക്കെ നേരത്തെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ആ പ്രശ്നം വന്നില്ല. പക്ഷെ ഫുഡ്. അപ്പോഴേക്കും അകത്തു നിന്നും പെണ്ണുങ്ങൾ ഇറങ്ങി വന്നു. അങ്ങോട്ട് പോയ പോലെയല്ല വരവ്. ഭയങ്കര സന്തോഷത്തിലാണ്. നിങ്ങൾ എന്നാൽ ആഹാരം കഴിക്കേ, ഞങ്ങൾ ഇറങ്ങുന്നു.
പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കൂ. അതുപോലെ ഇന്നിനി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഒക്കെ വീട്ടിൽ നിന്നാകാം. അത് പിന്നെ മോൻ മേജർ ഒന്നും പറയണ്ട. ഇന്നത്തെ സൽക്കാരം ഞങ്ങളുടെ വക, അല്ലേ മായേ? ഇന്നത്തെ മാത്രമല്ല, ഇനി ഒരാഴ്ചത്തെ സൽക്കാരം നീ തന്നെ പറ്റൂ, മിസ്റ്റർ പടവലം ബി. മായയുടെ പിറകിൽ നിന്നും വന്നയാൾ കയ്യും കെട്ടി സന്തോഷിന് മുന്നിൽ നിന്ന് പറഞ്ഞു. പടവലം ബി. സന്തോഷ് ആ പേര് ഒന്നുകൂടെ ഉരുവിട്ടുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി. സതീദേവി. കണ്ണുകൾ വിടർത്തി അയാൾ അവരെ നോക്കി ഞെട്ടിപ്പോയി. പുഞ്ചിരിക്ക് പകരം വയലിട്ടൊരു ഇടിയാണ് മറുപടി ഇട്ടത്. എടി കുരുട്ടടക്കി, നീ 9ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ വളർന്നില്ലേടി? ഇപ്പോഴും ആ 4 അടി 2 ഇഞ്ച് തന്നെയാണല്ലോ. പോടാ പടവലങ്ങേ, എന്റെ പൊക്കത്തിനെ കളിയാക്കുന്നുണ്ടാ കൊരങ്ങാ നീ? ആരടി പടവലങ്ങ, നീ ആടി ഇപ്പോഴും കുരുട്ടടയ്ക്ക? ചിരിയോടെ പരസ്പരം തല്ലും വഴക്കും ഉണ്ടാക്കുന്നവരെ നീലനും ശ്രീക്കുട്ടിയും അന്തിച്ചു നിന്ന് നോക്കിയപ്പോൾ എന്നൊക്കെയോ സന്തോഷിൽ നിന്ന് കേട്ടിരുന്ന അവന്റെ കളിക്കൂട്ടുകാരിയെ ഒപ്പം കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു മായ. എന്നാൽ ഇതൊന്നും അറിയാതെ ആ കളിക്കൂട്ടുകാർ അപ്പോഴും തങ്ങളുടെ മാത്രം ലോകത്തിലായിരുന്നു. അപ്പോ ഒരു പുതിയ കഥയാണേ, തുടങ്ങി വെച്ചു. സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്നും കാണാം. അപ്പോൾ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.